ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയെ കാണാനായിട്ടുള്ള ആ ഒരു പരക്കം പാച്ചിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമയും അതുപോലെ തന്നെ ഭർത്താവും. പക്ഷേ പഠിപ്പിക്കുന്ന മ്യൂസിക് ടീച്ചർ അവരാണെന്നുള്ള കാര്യം ഇവർക്കറിയില്ല. മകളെ ഇത്രത്തോളം കെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഇത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മ്യൂസിക് ടീച്ചറെ ഒന്ന് കാണണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ അവർ നമ്മുടെ സുമിത്രയെ കാണാനായിട്ട് പോകുക. എന്തായാലും പുതിയ പേരൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് കൊച്ചുമോൾ അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ അമ്മയെ, അതായത് മ്യൂസിക് അമ്മയെ കാണാനായിട്ട് കൊച്ചി ഇവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഇവിടെ ആഞ്ഞു പിടിച്ച് എഴുത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടു കണ്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്ന് എത്തി നിൽക്കുമ്പോഴേക്കും നമ്മുടെ സുമിത്രയെ പെട്ടെന്ന് തന്നെ അവിടുന്ന് വിളിപ്പിച്ചു. അപ്പോൾ സുമിത്ര വേഗം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൾ വിളിച്ചനുസരിച്ച് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവും. ഇവർ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് വരികയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ അവിടെ ഇല്ല. വന്നു കൊച്ച് അവിടെ ബാക്കിയുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ സുമിത്രയെ കണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ടീച്ചർ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം അങ്ങോട്ട് മാറിയല്ലോ, ഇപ്പം ഇങ്ങോട്ട് പോയല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര നിരാശയായി. അപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ടീച്ചറമ്മയെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമവും നിരാശയൊക്കെ. അപ്പോൾ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ സമാധാനിപ്പിക്കാം. അപ്പോൾ പ്രേമയ്ക്കും ആകെ ഒരു വിഷമം. കൊച്ചി ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ ടീച്ചറിനെ ഒന്ന് കാണാൻ പറ്റില്ല, പുള്ളിക്കാരിനെ കാണുക എന്നുള്ളത് ഇച്ചിരി അത്യാവശ്യമുള്ള കാര്യമാണ് പ്രേമയ്ക്ക്. കാരണം പ്രേമ കൊടുക്കാത്ത സ്നേഹവും ലാളനയും വാത്സല്യവും ഒക്കെ ഒരു ടീച്ചർ കൊച്ചിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ആരാണെന്ന് കാണാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്നാലും അവരെ കാണാൻ പറ്റില്ലല്ലോ, ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെന്ന് പ്രേമ വിശ്വനോട് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ലേ, നമുക്ക് പോകാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി വരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും കാര്യം നോക്കി നിന്നിട്ട് കാര്യമില്ല, ടീച്ചറെയൊക്കെ നമുക്ക് മറ്റൊരു ദിവസം കാണാമെന്നും പറഞ്ഞ് വിശ്വനും അങ്ങനെ അങ്ങ് നിർബന്ധം പിടിക്കാം. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് നിരാശയായി. അപ്പോൾ കുഞ്ഞിനോട് വിശ്വൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ടീച്ചറമ്മയെ കാണാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് മനസ്സോടെ ആണെങ്കിലും സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഇവർ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരങ്ങനെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തപ്പോൾ കൊച്ചിനോട് സ്കൂൾ ബസ്സിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വനും അതുപോലെ പ്രേമയും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇവർ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞവിടെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ടപ്പോഴത്തേക്കും കൊച്ച് ബാഗൊക്കെ ആയിട്ട് പോകാൻ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ സുമിത്ര അതിൽ നടന്നു വരുന്നു. സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറമ്മ എവിടെയായിരുന്നു, എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ടീച്ചറമ്മയെ കാണാനായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വന്നായിരുന്നല്ലോ, ടീച്ചറമ്മയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടപ്പോൾ അത് പിന്നെ മോളെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ആളെ കാണേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയതാണെന്നാണ്. അപ്പോൾ സുമിത്ര വീട്ടിൽ മ്യൂസിക് പഠിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും നടത്തുമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അതിനൊരു സെറ്റപ്പൊക്കെ ഒരുക്കി കൊടുക്കാനും ആ ഒരു വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആ സാർ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. എന്തായാലും സുമിത്ര അങ്ങോട്ട് പോവുകയും ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് കൊച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര കാര്യം സ്വരമോളോട് പറഞ്ഞു. അപ്പോൾ ടീച്ചറമ്മയുടെ വീട്ടിൽ മ്യൂസിക് പഠിക്കാൻ ഞാനും വരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഇങ്ങനെ പറയുക. അപ്പം മോള് പോരാ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര വിളിക്കുകയും ചെയ്തേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും അടുത്ത തവണ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പം ഞാനും മ്യൂസിക് പഠിക്കാൻ വരുവേ എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് കുഞ്ഞങ്ങ് പോയപ്പോൾ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി. എന്തായാലും തലനാരിഴയ്ക്കാണ് ഈ വിശ്വനിൽ നിന്നും അതുപോലെ തന്നെ പ്രേമയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് നമ്മുടെ സുമിത്ര. അല്ലെങ്കിൽ എന്താ, കൊച്ചിൻ്റെ പഠിത്തം പോലും അവരവിടെ നിന്ന് മാറ്റിയാനെ. അപ്പോൾ സ്വന്തം മകളാണെന്ന് അറിയാതെ അല്ലെങ്കിൽ കൊച്ചുമകളാണെന്ന് അറിയാതെ സ്നേഹിക്കാൻ പോലും സുമിത്രയ്ക്ക് ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അവകാശമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ സ്വരമോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഇതൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുക. ഈ സമയത്താണ് അവിടെ നമ്മുടെ ഓഫീസിൽ വന്ന കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ രഞ്ജിതയൊക്കെ നിൽക്കുന്നു. അപ്പോൾ കോപ്പി എടുക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടേക്കാണല്ലോ പൂജ വരാത്തതിൻ്റെ പേരിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക പങ്കജ്. അപ്പോൾ പൂജ ഇപ്പോൾ വന്നായിരുന്നു എന്നുള്ള കാര്യം അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ പങ്കജ് പറഞ്ഞു. എന്നിട്ട് പേപ്പേഴ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ കോപ്പി എടുക്കാനായിട്ട് അവളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. നീ എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് പങ്കജ് ഈ കാണിക്കുന്നത്, ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം കോപ്പി എടുക്കാൻ വിട്ടാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. ഇപ്പം നമുക്ക് ആവശ്യം ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നടത്തിയെടുക്കുക എന്നുള്ളതല്ലേ, ഈ കോൺഫറൻസ് മീറ്റിംഗ് നടത്തുക എന്നുള്ളതല്ലേ. ആ പഞ്ച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമ്മളോടുള്ള അവരുടെ വിശ്വാസം പോകുന്നു നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും പിന്നെ നീ എന്ത് പരിപാടി കാണിച്ചത്, ഇനി അവൾ അത് കോപ്പി എടുത്തുകൊണ്ട് എപ്പോൾ വരും, എപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും, നിനക്കെന്താ ഒരു വിവരവും ഇല്ലാതായി പോയോ എന്നൊക്കെ ചോദിച്ച് മകനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അമ്മേ നമുക്ക് ഒറിജിനൽ കാണിക്കാൻ പറ്റില്ലല്ലോ, കോപ്പിയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. കോപ്പി പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഒറിജിനലും കൊണ്ട് അവതരിപ്പിച്ചാൽ എന്താടാ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെ അമ്മയും മോനും കൂടി ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പൂജ ആ കോപ്പികളുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്.
ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വിച്ച് ഇട്ടപ്പോൾ നടക്കുന്നെന്ന് പറഞ്ഞതുപോലെ നടത്തുകയും വേണം. നടത്തി കഴിയുമ്പോൾ പാവത്തിനായിട്ട് പേടിപ്പിക്കുകയും ചെയ്യും. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു അടിയെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ പൂജയോട് ദേഷ്യപ്പെടും. അന്നേരത്തേക്കും രഞ്ജിത, എന്നോട് ഇങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ? ഒരു കാര്യത്തിന് പോയതാ, എൻ്റെ കടയല്ല അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു നല്ല രീതിയിൽ തന്നെ തിരിച്ചടി മറുപടിയും കൊടുത്തു നമ്മുടെ പൂജ. ഇതൊക്കെ നടത്തിക്കൊണ്ട് വരണമെങ്കിലേ സമയമെടുക്കും. ഞാൻ പ്ലെയിനൊന്നും അല്ല പോകുന്നത്, നടന്നാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ പൂജ ഇങ്ങനെ പറയാം. പൂജ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളോട് തറതല, ഇത് കഴിയട്ടെ, നിനക്കിട്ടുള്ളത് ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറഞ്ഞു. അതും തട്ടിപ്പറിച്ച് മേടിച്ച് അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറി ചെന്നപ്പോൾ വന്നവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. വന്നതേ എല്ലാവരുടെയും ആ ഒരു പോസിറ്റീവ് മൈൻഡ് അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവർക്ക് തകർച്ച തന്നെയായിരിക്കും. അർഹതയില്ലാത്ത മുതൽ അനുഭവിക്കാൻ ആർക്കായാലും ഒരുപാട് കാലമൊന്നും സാധിക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ ടീച്ചറിന് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അങ്ങനത്തെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ പങ്കജ് അന്നേരത്തേക്കും പൂജയ്ക്കരികിലേക്ക് ചെന്നിട്ട് പൂജയെ പേടിപ്പിക്കുക. പൂജ കാരണമാണ് എല്ലാം പോയതെന്നും പറഞ്ഞു. അനാവശ്യം പറയരുതെന്നും പറഞ്ഞു പൂജ ഇവനിട്ട് ശരിക്കും മറുപടിയും കൊടുത്തു. ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടതേ ഒരു കമ്പനിയുടെ MD എന്നുള്ള നിലയ്ക്ക് നിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ഇവിടെ സ്റ്റാഫ് ആയിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വം അല്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജ ശരിക്കും മറുപടി അങ്ങ് കൊടുത്തേ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറയുക. ഉള്ളതും കൊണ്ട് ഇങ്ങ് പോരേന്നും പറഞ്ഞുകൊണ്ട് പൂജയും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. എന്തായാലും വന്നവർ അതുപോലെ തന്നെ തിരിച്ചു മടങ്ങുകയും ചെയ്തു. ഇവർക്ക് ആ ഒരു ഡീലിങ്സ് കാര്യങ്ങൾ നടത്താനും പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന്, അതായത് സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വരമോള് സുമിത്ര അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ സ്വരമോളെ കണ്ടായിരുന്നു എന്നുള്ള കാര്യം സുമിത്ര അവരോടും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് സുമിത്ര വീട്ടിലേക്ക് പോണു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും നമ്മുടെ സ്വരമോൾ ഇവരോട് പറയുവാണ്, മുത്തശ്ശനും മുത്തശ്ശിക്കും ടീച്ചറമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ, സ്കൂൾ വിട്ടപ്പോൾ ടീച്ചറമ്മ അങ്ങോട്ടേക്ക് വന്നായിരുന്നു. ടീച്ചറമ്മ സ്കൂളിലല്ലാതെ വീട്ടിലൊരു മ്യൂസിക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി സാറ് വിളിച്ചിട്ട് ടീച്ചറമ്മ അങ്ങോട്ടേക്ക് പോയതാണെന്ന് പറഞ്ഞു. എന്നെയും മ്യൂസിക് പഠിപ്പിക്കാൻ വിടുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മ്യൂസിക് പഠിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് പഠിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഈ പ്രേമ പറഞ്ഞപ്പോൾ എന്താ എന്നെ ഒന്ന് വിടും മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ നിർബന്ധം പറയാം. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഈ ഒരു നിർബന്ധം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പ്രേമ ഇത്, കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൾ പോയി പഠിച്ചോട്ടെ എന്ന് വിശ്വം പറഞ്ഞു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ, സ്കൂളിൽ ആവശ്യത്തിന് പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ടീച്ചറുടെ വീട്ടിൽ പോയുള്ള പഠനമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി, എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് പോകുന്നുണ്ട് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ കൊച്ചിങ്ങനെ നിർബന്ധം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സോടെയാണെങ്കിലും വിശ്വനും കൂടെ പറഞ്ഞതിനനുസരിച്ച് പ്രേമ സമ്മതിച്ചു. എന്തായാലും കുഞ്ഞ് മ്യൂസിക് പഠിക്കാൻ സുമിത്രയുടെ വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് അനുവാദം കിട്ടിയല്ലോ അതുകൊണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ ദീപ് കൊണ്ട് ഒളിപ്പിച്ച സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള പരക്കം പാച്ചില്ല നമ്മുടെ ചിത്ര. എന്താണ് തന്നെ പോലും ഒളിച്ചുകൊണ്ട് ഭർത്താവ് കൊണ്ട് വെച്ചതെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ദീപു ഇല്ലാത്ത നേരം നോക്കി നമ്മുടെ ചിത്ര ആ റൂമിൽ കയറി ചെന്ന് ആ ഒരു താക്കോലെടുത്ത് അങ്ങനെ ആ ഒരു പൂട്ടൊക്കെ തുറന്ന് അങ്ങനെ നോക്കും. അപ്പോൾ ഇതിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണില്ല ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ള തപ്പലാണ്. തപ്പി കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു രഹസ്യ സാധനം നമ്മുടെ ചിത്ര കണ്ടുപിടിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ സുമിത്രയെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം. അതായത് കൂടെ നിന്ന് കുതികാല് വെട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പരിപാടിയാണ് ചിത്രയോട് ഈ പറയണ ചിത്ര പോലും അറിയാതെ ഈ പറയണ ദീപ് സുമിത്രയോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിത്ര ഞെട്ടിപ്പോയി. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ കൊണ്ടു നടന്ന ചേച്ചിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാനൊക്കെ ആയിട്ട് ഈ ദീപേട്ടന് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ചിത്ര അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ചിത്ര ഇങ്ങനെ അതും കണ്ട് എന്തായാലും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ച് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ എന്തായാലും ദീപ് പുറത്ത് പോയിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രയുടെ ഭാവമൊക്കെ മാറിയിരിക്കുന്നത് കണ്ട് ചിത്ര നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു ദീപു. എനിക്കെന്താ പറ്റിയതെന്നല്ല, എന്താ ദീപേട്ടന് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റാത്തതുകൊണ്ടാണോ ദീപേട്ടന് ഇത്രമാത്രം സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് സുമിത്രേച്ചിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത്? ആ കൂടപ്പറപ്പിനോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ ദീപേട്ടന് എങ്ങനെ സാധിച്ചു? അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ദീപേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിത്ര ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിത്രയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ ദീപു ഇങ്ങനെ ആകെ വെള്ളം കുടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതെങ്ങാനും ഏട്ടത്തി അറിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിത്ര ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടന്ന് ഈ ദീപുവിനെ ചോദ്യം ചെയ്യുക. പക്ഷെ ദീപു ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പം അങ്ങനെ
കൂടെ നിന്നുകൊണ്ട് ആരാണെങ്കിലും ചതിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ചിത്ര ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.